പശ്ചിമ ബംഗാളിലെ വളരെ പാവം പിടിച്ച സാമൂഹികപരമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ അവസ്ഥയാണിത്. നമുക്ക് മൃഗങ്ങളെ പോറ്റി പാമ്പുകളൊക്കെ വളർത്തി ജീവിക്കുന്ന ആളുകളാണ് പലരും ഇവിടെ ഉള്ളത്. ഇവിടെയാണ് തൈബ ഗാർഡൻ്റെ പ്രതിനിധികളെത്തി അവരെ സമുദ്ധരിക്കാനുള്ള, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണിത്. ഇത് അവർ എടുത്തു കൊടുത്ത കുഴൽക്കിണറാണ്. ഏതാണ്ട് 18,000-ഓളം കുഴൽക്കിണറുകൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി തൈബ ഗാർഡന് കീഴിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, അവരുടെ ഒരു വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രമായിട്ടും എവിടെയും എത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ. അവരുടെ ഇതാണ് അടുപ്പ് കേട്ടോ, ഭക്ഷണം പാകുന്ന അടുപ്പ്, അത് കത്തിക്കാനുള്ള ചാണകം, അതോടൊപ്പം തന്നെ വിറക്, പിന്നെ ഇതാണ് അവരുടെ അടുക്കള. സ്വയം അടുക്കള ഇതാ, ഈ അടുക്കള ഒരു ചെറിയ അടുക്കള. ഇതിന് തൊട്ടപ്പുറത്ത് ഇത് ഈ റൂമിൻ്റെ ഇതാ, ഈ മറ്റൊരു റൂമിൽ ഇതാ, ഇത് മറ്റൊരു അടുക്കളയാണ്. മറ്റൊരു ടീമിന് ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുക്കളയാണ് അപ്പുറത്തുള്ളത്. ഇവർക്ക് ഈ കുഴൽക്കിണറൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അവരാകെ കുടുങ്ങും. അവർ കുടുങ്ങി എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ കുഴൽക്കിണർ ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും വെള്ളം എടുക്കുന്ന അവിടുന്നാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു കുറച്ച് വെള്ളം, ഈ വെള്ളത്തിൽ നിന്നാണ് അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ വരെ ഈ വെള്ളത്തിൽ, ഈ തടാകത്തിൽ നിന്ന്, ഈ കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും 2 കാരണങ്ങളാണ് അവർ ഈ കുഴൽക്കിണറൊന്നും കുത്താതിരിക്കാനുള്ള 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അവർക്ക് സാമ്പത്തിക പ്രശ്നം തന്നെ. കുഴൽക്കിണർ കുത്താൻ വലിയ പൈസ ഒന്നും വരുന്നില്ല. ആ പൈസ പോലും എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇവർ കുഴൽക്കിണർ കുത്താത്തത്. അതൊരു കാരണം. മറ്റൊന്ന്, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഗുണമേന്മ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. തൈബ ഗാർഡൻ കണ്ടെത്തിയ വളരെ പാവപ്പെട്ട ഈ ഗ്രാമത്തിലെ ഒരു താമസക്കാരനാണ്. ഇദ്ദേഹത്തിന് വേണ്ടി തൈബ ഗാർഡൻ ഒരു വീട് ഇവിടെ എടുത്തു കൊടുത്തു. സൂര്യദിൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി, പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇവിടെ അവർക്ക് വെള്ളത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ചെറിയ രൂപത്തിലുള്ള ചെറിയ സഹായങ്ങൾ. കാരണം ഈ ഗ്രാമം തന്നെ, ഇതിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 400-ലധികം വീടുകളുണ്ട്.